പൂവിടും വാസമുണ്ട്, എൻ്റെ പാട്ടിലും രാഗമുണ്ട്, എൻ്റെ വാവിലെ അർത്ഥമുണ്ട്. ദിനമറിവ് ദിനമിനവ് നെക്സ്റ്റ് സോങ് ഏതാ? പോലെ കാലം കാട്ടു കുളിത്തങ്കൾ പാടും പാട്ടു. ആദി. അപ്പു. എടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ചിരിക്കുന്ന പാട്ട് ഏതാ? അങ്ങനെ വെച്ചാൽ കുറേ ഉണ്ട്, പക്ഷെ എപ്പോഴും കേൾക്കാറുള്ള പാട്ട് വരുന്നുള്ളൂ. ശരദിന്ദു മലർദീപ നാളം നീട്ടി. സുരഭിലെ യാമങ്ങൾ ശ്രുതി നീട്ടി. അത്യാവശ്യം ക്രിഞ്ചാണല്ലേ? പാട്ട് പാടുമ്പോൾ കുറച്ച് ക്രഞ്ചൊക്കെയാണ്. അമ്മ എപ്പോഴും കേൾക്കാറുള്ള പാട്ടായിരുന്നു. അമ്മയ്ക്കൊരു കുഞ്ഞ് റേഡിയോ ഒക്കെ ഉണ്ടായി. അമ്മ എപ്പോഴും അതിലെ പാട്ട് കേട്ടോണ്ടിരുന്നു. അപ്പൻ്റെ റേഡിയോ ആയിരുന്നു. അപ്പൻ പോയ ശേഷം 3-ാം നാളോടെ അമ്മ പാട്ട് കേട്ട് തുടങ്ങി. അമ്മാമ്മയാണെങ്കിൽ തലങ്ങും വലങ്ങും തെറിവറിച്ചിലായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ കുളിച്ചും പാത്തൊക്കെ പാട്ട് കേൾക്കും. ചില പാട്ട് കേൾക്കുന്നത് ശ്വാസം എടുക്കുന്ന പോലെ അല്ലേ? അല്ല, ആണ്. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് പണ്ടൊരു തമിഴ് വിൻറ്റേജ് സിനിമ കാണുന്ന ഫീല. എപ്പോഴും നമ്മുടെ തലയിൽ പൂവുണ്ടാവും, ചില പിച്ചി അല്ലെങ്കിൽ ചെമ്പരത്തി. നല്ല രസമായിരുന്നു അമ്മേനെ കാണാൻ. ഇതുപോലെയാണോ? ഇപ്പൊ താനെ ഗ്രഞ്ച്. ജാനകിനെ ഇഷ്ടമാണോ അവർക്ക്? അതൊന്നും സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ അമ്മയുടെ ഇഷ്ടങ്ങൾ എപ്പോഴും അമ്മയുടേത് മാത്രമേ. അതമ്മ രഹസ്യമായിട്ട് കൊണ്ടെടുക്കും. അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനുഷ്യരോട് ആരും പറയരുത്. കാരണം മനുഷ്യരത് അറിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയാൻ നോക്കും. ആ പറയുന്നതോട് ഞാനും കുറച്ച് യോജിക്കുന്നുണ്ട്. അമ്മയുടെ ഇഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അമ്മയുടെ പാട്ടുകളും. ഒരു കുഞ്ഞു പുസ്തകമൊക്കെ ഉണ്ടായി അമ്മയ്ക്ക് പാട്ട് എഴുതി വയ്ക്കാൻ. എപ്പോഴും പാട്ട്, ഏത് സമയത്തും പാട്ട്. ഒരു സമയം നല്ലോണം ചൂടായി, അതൊന്ന് ഓഫാക്കി വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചൂടൊക്കെ ആവോ? അത്യാവശ്യം. അതിലൊരു കുഞ്ഞ് പ്ലെയർ ഉണ്ടായി, ഒരു ഹെഡ്സെറ്റും. അപ്പോൾ അമ്മ എപ്പോഴും പറയായിരുന്നു അങ്ങനെ ഒരെണ്ണം മേടിച്ചു തരാൻ. അതാകുമ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് പാട്ട് കേൾക്കാമല്ലോ. പക്ഷെ അന്ന് എനിക്കതിന് പറ്റിയില്ല. പക്ഷെ അമ്മയുടെ അടുത്ത വരുന്നാളിന് ഞാൻ ശരിക്കും വിചാരിച്ചതാ അങ്ങനെ ഒരെണ്ണം മേടിച്ചു കൊടുക്കണമെന്ന്. അന്ന് എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, താൻ പറഞ്ഞില്ലേ പാട്ട് കേൾക്കുന്നതൊരു തെറാപ്പിയാണെന്ന്. പാട്ട് കേട്ട് പാട്ടുള്ളിടത്തോളം അമ്മയുണ്ടായിരുന്നേന്. തനിക്കോ? എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കാற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ஒரு தெய்வம் தந்த பூவே. ഇപ്പോൾ നമ്മുടെ 2 പാട്ടുകളോ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തൊട്ട് പോകുന്നുണ്ടല്ലേ? ഉണ്ടാവും, ഉണ്ടാവണല്ലോ.
ഡോ ഉം. എന്നിട്ട് ഓരോന്ന് ആലോചിച്ച് ഞാനും തൻ്റെ അമ്മേനെ പോലാടോ. ഞാനൊരു പാട്ട് ഏൽപ്പിച്ചേരട്ടെ? ഉം. ഓ യെസ്. ഇതിപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ പാട്ടുകളൊക്കെ സെയിം ആണല്ലോ. ആ ചില ആൾക്കാരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കില്ലേ, ഒരുപാട് വിശ്വസിക്കില്ലേ, എന്നിട്ട് നമ്മുടെ തൊണ്ടയിൽ ഒരു മുള്ളെടുത്ത് വെച്ച് തന്നിട്ട് അവരങ്ങ് പോയി. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വെള്ളം ഇറക്കാൻ പോലും പറ്റില്ല. ഉമിനീര് ഇറക്കുമ്പോൾ പോലും അതിങ്ങനെ കുത്തി കുത്തി പഴുക്കും. അവർക്ക് പോണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കങ്ങ് പോയാ പോരെ. ഇതിപ്പോ നമ്മളെയും കൊണ്ട് സോറിഡോ, ഞാൻ മൂടാകെ സ്പോയിൽ ചെയ്തല്ലേ. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. உன்னெஞ்சிலே பாரம் உனக்காகவே நானும் சுமை தாங்கியாய் தாங்குவேன் உன் கண்களின் ஓரம் எதற்காகவோ ஈரம் கண்ணீரை நான் மாற்றுவேன் வேதனை தீரலாம் வெறுமனே. താൻ മനുഷ്യരെ വിശ്വസിക്കുന്നുണ്ടോ?